നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്രയും കാലം ഞാൻ കാണിച്ച അകൽച്ച ഗിരിയേടിന് സഹിക്കാൻ പറ്റുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഗിരിയേടിന് എന്റെ വിശ്വാസം തകർത്തപ്പോ ഞാൻ എത്രമാത്രം വേദന സഹിച്ചു സങ്കല്പിക്കാൻ പറ്റുമോ? എന്റെ അച്ഛന് ശേഷം ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ച ഒരേ ഒരു പുരുഷൻ ഗിരിയേട്ടനാ. ഞാൻ ഗിരിയേടിനെ സ്നേഹിച്ചതും വിശ്വസിച്ചതും എല്ലാം വെറുതെയായെന്ന് മനസ്സിലാക്കിയ നിമിഷം എന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി. അപ്പൊ ഞാൻ നമ്മുടെ കുഞ്ഞിനെ ചുമക്കുമായിരുന്നു. ഗിരിയേടിന് അനുഭവിച്ചതാ. അത് വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല. ഞാൻ സ്വയം ന്യായീകരിക്കാനല്ല ശ്രമിക്കുന്നത്. നീ പറഞ്ഞതുപോലെ പ്രതീക്ഷയെക്കുറിച്ച് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്. അവളെ നിനക്ക് ഒറ്റയ്ക്ക് വളർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനൊരു മകളെ പറ്റി ഗിരിയേടിന് അന്വേഷിച്ചിരുന്നു. സിവിൽ സർവീസിന് പഠിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ പ്രതീക്ഷയെ ഞാൻ തന്നെയാ നോക്കിയത്. ഇന്ന് വരെ അവൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. ഒരു കുഞ്ഞിനെ നോക്കാൻ സ്ത്രീക്ക് ആണിന്റെ സഹായം വേണോന്നൊക്കെ പഴയ ചിന്താഗതിയാ. ഞാനൊരു സിംഗിൾ മദറായി തന്നെയാ അവളെ വളർത്തിയത്. മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരമ്മയെ കണ്ട പ്രതീക്ഷ വളർന്നത്. അതുകൊണ്ട് സ്വന്തം ഭാവി മറ്റാരുടെയും കയ്യിലല്ലെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗിരിയേടിന് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പ്രതീക്ഷയുടെ ജീവിതത്തിന്റെ ഭാഗമാവൂ എന്നത് അവളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രം മതി. ഞാൻ നിന്റെ കഴിവിനെ ചോദ്യം ചെയ്തതല്ല മഞ്ജു. അങ്ങനെയാണെങ്കിലും എനിക്കൊരു വിരോധവുമില്ല. എനിക്ക് ഗിരിയേടിനെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഒന്നും ബോധ്യപ്പെടുത്തണ്ടെങ്കി പിന്നെ എന്തിനാ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടന്ന് അമ്മയുടെ സ്നേഹമുള്ള പോലെ അഭിനയിക്കുന്നത്? നീ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് പോയതിന്റെ ആഘാതത്തിലാ അമ്മ തളർന്നു വീണത്.